Hello all, welcome to Ada 24/7 Malayalam YouTube channel. Diary Farm Instructor Physics in expected questions ആണ് നമ്മൾ നോക്കുന്നത്. രണ്ട് സെഷൻ നമ്മുടെ കഴിഞ്ഞതാണ്. ഇന്ന് ഡേ 9 നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ഫിസിക്സിന്റെ സെഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിനും വരുന്ന നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഈ ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദി സെഷൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഫിസിക്സിന്റെ ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് ദി സെഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്തരത്തിലുള്ള ലോങ് ക്വസ്റ്റ്യൻസ് സാധാരണ അതിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാണ് പതിവ്, അല്ലെ? വായിച്ചു നോക്കാൻ പോലും നിൽക്കില്ല. പക്ഷേ ഡയറി ഫാമിന് അത് പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആകെ 5 സബ്ജക്റ്റേ ഉള്ളൂ. അതിലൊന്നെന്താണ്? ഫിസിക്സ് ആണ്. 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഫിസിക്സ് എന്ന് വരും. സോ ദിസ് ഇസ് ഫ്രം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ചോദ്യം വായിച്ചു നോക്കാലോ. ദ ലെങ്ത് ഓഫ് എൻ അയൺ വയർ ഇസ് L. ഓക്കെ, ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് A. ദ ഇൻക്രീസിംഗ് ലെങ്ത് small l on applying the force F on its two ends. Which of the statement is correct? അതായത് നമ്മുടെ കയ്യിൽ ഒരു ലെങ്ത് ഉള്ളൊരു വയർ ഉണ്ട്. ഓക്കെ, ക്യാപിറ്റൽ L ലെങ്ത് ഉള്ളൊരു വയർ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഫോഴ്സ് F അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A ആണ് തന്നിട്ടുണ്ട്. നമ്മളൊരു ഫോഴ്സ് F അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ട് ഇത് സ്ട്രെച്ച് ചെയ്യുന്നു, അല്ലെ? നമ്മൾ ഈ രണ്ട് ഭാഗത്തും പിടിച്ച് ഇതിന്റെ ഫോഴ്സ് F അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് സ്ട്രെച്ച് ചെയ്യുന്നു. ആ ലെങ്ത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണെന്ത്? ഈ സ്മോൾ എൽ എന്ന് പറയുന്നത്. ആ ലെങ്ത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? സ്മോൾ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന എന്താണെന്ന് ഇക്വേഷൻ ടേംസിൽ എഴുതി നോക്കാം. ഇൻക്രീസിംഗ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. ഇൻക്രീസ് ഇൻ ലെങ്ത്, സ്മോൾ എൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. 1/L ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ലെങ്ത് ഇസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇൻക്രീസിംഗ് ഇൻ ലെങ്ത് ഇസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി അടുത്തെന്താണ്? ഇൻക്രീസ് ഇൻ ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. L is inversely proportional to area of cross section. Increase in length is proportional to Young's modulus. L is proportional to Young's modulus y. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? യങ്സ് മോഡുലസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? യങ്സ് മോഡുലസ് ഉള്ള ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സാധനം ഇതുപോലെ എഴുതി വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം നമ്മൾ കണ്ടക്ടുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് വി മസ്റ്റ് നോ ദ ഇക്വേഷൻ ഫോർ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? യങ്സ് മോഡുലസ് ഇസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, അല്ലെ? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ബൾക്ക് മോഡുലസ് പോലെ ഒരു മോഡുലസ് ആണ്. അതെന്താണ്? ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ ഓരോ എലമെന്റ്സിനും, അല്ലെ? സ്റ്റീലിന് ഒരു യങ്സ് മോഡുലസ് ആയിരിക്കും, അയണിന് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ കോപ്പറിന് വേറെ ആയിരിക്കും, പ്ലാസ്റ്റിക്കിന് റബ്ബറിനും ഒക്കെ എന്താണ്? ഡിഫറെന്റ് യങ്സ് മോഡുലസ് ആണ് വരുന്നത്. അപ്പോൾ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാൽക്കുലേഷൻ നടത്തുന്നു. വി നോ ദാറ്റ് യങ്സ് മോഡുലസ് ഇസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? യങ്സ് മോഡുലസ് y കിട്ടുക. ആൻഡ് സ്ട്രെസ് എന്താണ്? നമുക്കറിയാം സ്ട്രെസ് എന്താണ്? ഇറ്റ് ഇസ് ഫോഴ്സ് പെർ ഏരിയ, അല്ലെ? ഫോഴ്സ് പെർ ഏരിയ ആണ് എന്തായിട്ട് വരുന്നത്? സ്ട്രെസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F/A എന്ന് എഴുതാം. ആൻഡ് വാട്ട് ഇസ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി, അല്ലെ? നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ഡയമെൻഷൻസിനെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ് എന്താണ്? സ്ട്രെയിൻ ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ്? അതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് വരുന്നു? സെയിം എമൗണ്ട് ഓഫ് യൂണിറ്റ് വരുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? അതിന് ഡയമെൻഷൻ ഇല്ലാതെ പോകുന്നു, അവിടെ യൂണിറ്റ് ഇല്ലാതെ വരുന്നു. ആൻഡ് സോ വി നോ ദാറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് എന്തായിട്ട് വരുന്നത്? സ്ട്രെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയതുകൊണ്ട് F/A ബൈ ഡെൽറ്റ L ബൈ L എന്ന് എഴുതാം. ഡെൽറ്റ L എന്നാണ് നമ്മൾ സാധാരണ എഴുതുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സ്മോൾ എൽ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെ? ഇൻക്രീസിംഗ് ലെങ്ത് ഇസ് ഗിവൺ ആസ് സ്മോൾ എൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് എഴുതിയാൽ മതി. ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. y is equal to എന്താ? ഈ താഴത്തെ എല്ലാം എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. F/L ബൈ സ്മോൾ എൽ ഇൻറ്റു എ, അല്ലെ? F/L ബൈ സ്മോൾ എൽ ഇൻറ്റു എ എന്ന് എനിക്ക് എഴുതാം, അല്ലെ? താഴെ മുകളിലൊരു ഫ്രാക്ഷൻ വരുന്നു, താഴെ ഒരു ഫ്രാക്ഷൻ വരുന്നു. താഴത്തെ ഫ്രാക്ഷൻ മുകളിലേക്ക് പോകുമ്പോൾ എന്താവുന്നു? റെസിപ്രോക്കൽ ആവുന്നു, വ്യുൽക്രമമായി മാറുന്നു. അതെന്ത് ചെയ്യുന്നു? തിരിഞ്ഞു പോകുന്നു. ക്യാപിറ്റൽ L ബൈ സ്മോൾ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ആവുന്നു. F/L ബൈ സ്മോൾ എൽ ഇൻറ്റു എ എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇതെല്ലാം എല്ലിന് പ്രൊപ്പോർഷണൽ ആണ് തന്നിരിക്കുന്നത്, അല്ലെ? എങ്ങനെ എല്ലിന് ഏതാണ് പ്രൊപ്പോർഷൻ എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്തായിരുന്നു? സ്മോൾ എൽ ഇസ് ഈക്വൽ ടു F/L ഡിവൈഡഡ് ബൈ A ഇൻറ്റു y എന്ന് എനിക്ക് എഴുതാം. എഴുതിക്കൂടെ? ഈ y-നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, അല്ലെ? ഇവിടെ നമ്മൾ ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സ്മോൾ എൽ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/L. ശരിയാണോ? അല്ല. എന്തുകൊണ്ടാണ്? എന്താണ് ശരിയായിട്ട് വരുന്നത്? ഇവിടെ ശരിയായിട്ട് വരുന്നത് എന്താണ്? സ്മോൾ എൽ ഇസ്
പ്രപ്പോർഷണൽ ടു ക്യാപിറ്റൽ എൽ ആണ് അല്ലെ. ഈ ഇക്വേഷൻ പ്രകാരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നമ്മുടെ ഫൈനൽ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടി? സ്മോൾ എൽ ഇസ് പ്രപ്പോർഷണൽ ടു ക്യാപിറ്റൽ എൽ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ നോക്കൂ, എൽ പ്രപ്പോർഷണൽ ടു എ. ശരിയാണോ? ശരിയാണോ? എൽ ഇസ് പ്രപ്പോർഷണൽ ടു എ ആണോ? അല്ല, എൽ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ ആണ്. ഇവിടെ എന്ത് കിട്ടി? എൽ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ എന്നാണ് കിട്ടുന്നത്. അപ്പം എന്തായി? ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഐ മീൻ ഇത് ശരിയാണ്, ഐ മീൻ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, എൽ ഇസ് പ്രപ്പോർഷണൽ ടു 1/a. അത് ശരിയല്ലേ? ശരിയല്ലേ? അതല്ലേ നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. സോ വി ഗെറ്റ് ഇറ്റ് ആസ് എൽ ഇസ് പ്രപ്പോർഷണൽ ടു 1/a ഇസ് ദി റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി മൂന്നാമത്തെ നോക്കൂ, ഇൻക്രീസ് ഇൻ ലെങ്ത് ഇസ് പ്രപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് ആണോ? എൽ പ്രപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് ആണോ? അല്ല, എൽ ഇസ് പ്രപ്പോർഷണൽ ടു 1/y ആണ് വരുന്നത് അല്ലെ. എൽ ഇസ് പ്രപ്പോർഷണൽ ടു 1/y എന്നാണ് ശരിയായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതും എന്താണ്? തെറ്റായ ഓപ്ഷൻ ആയിട്ട് വരുന്നു. 3 ഓപ്ഷൻ തെറ്റായി. നമുക്ക് എന്ത് കിട്ടി? എൽ ഇസ് പ്രപ്പോർഷണൽ ടു 1/a എന്ന് പറയുന്ന ഉത്തരം സി എന്തായി? ഉത്തരമായിട്ട് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ വേരിയേഷൻ മനസ്സിലായോ? ഓക്കെ ഓക്കെ നീതു, യെസ് ഷുവർ ആയിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കാം. യെസ്, നീതുവിൻ്റെ സജഷൻ നമ്മൾ എടുക്കുന്നു. വി വിൽ ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നോക്കാൻ എളുപ്പമുണ്ടാവും അല്ലേ നിങ്ങൾക്ക്? യെസ്, ഉറപ്പായിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ഇന്ന് ഡേ 9 ആണ്. വിൽ ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് മനസ്സിലായോ? ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് വലുതായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ചോദ്യം കാണുമ്പോൾ ഇട്ടിട്ട് പോകരുത്. വളരെ സിമ്പിൾ ആയിരിക്കും. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് സിമ്പിളായ കാര്യങ്ങളാണ്, പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നിരിക്കുകയാണ്. മനസ്സിലായോ? ആ ട്രാപ്പിൽ നമ്മൾ വീഴരുത്. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷെ ഒരുപാട് സമയം എടുക്കരുത്. എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം? വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ ടിപ്പിലുണ്ടാവണം. അതിനൊക്കെ എന്ത് വേണം? പഠിക്കണം. പഠിച്ചാൽ മാത്രം മതിയോ? പോരാ, പ്രാക്ടീസ് കൂടി ചെയ്യണം. അപ്പോൾ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Hooke's law of elasticity, if stress is increased, then the ratio of stress to strain is dash. ഓക്കെ, അപ്പോൾ എന്തറിയണം? ആദ്യം ഹുക്സ് ലോ എന്താണെന്ന് അറിയണം അല്ലേ? ഞാൻ പറഞ്ഞാണ് നമ്മൾ നോക്കുന്ന ഏത് ഭാഗത്തെ ചോദ്യങ്ങളാ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇനി അതിന്റെ ഭാഗത്താണ് എന്ത് വരുന്നത്? ഹുക്സ് ലോ വരുന്നത്. ഇനി എന്താണ് ഹുക്സ് ലോ പറയുന്നത്? സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണോ? അത് മാത്രമല്ല, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെ. സ്ട്രെസ്സിന്റെയും സ്ട്രെയിൻ്റെയും ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഈൽഡ് പോയിന്റ് കിട്ടും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടും, അതുപോലെ ബ്രേക്കിംഗ് പോയിന്റ് കിട്ടും. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് മാത്രം പറയുന്നു? ഹുക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇത്രേ പറയുന്നുള്ളൂ. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലെ. ഹുക്സ് ലോ എന്ത് പറയുന്നു? വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അവിടെ നിന്നാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ നമുക്ക് കിട്ടുന്നു. അത് ലോഞ്ചിറ്റ്യൂഡൽ കേസിൽ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ കേസിൽ കണ്ട പോലെ എന്ത് വരും? അവിടെ യങ്സ് മോഡുലസ് വരും അല്ലെ. വോള്യത്തിന്റെ കേസിൽ വരുമ്പോൾ ബൾക്ക് മോഡുലസ് വരും. സ്ട്രെയിനിന്റെ ഷിയർ സ്ട്രെയിനിന്റെ കേസിൽ, ഷിയർ സ്ട്രെസ്സിന്റെ കേസിൽ വരുമ്പോൾ എന്ത് വരും? അവിടെ റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3 തരം മോഡുലസുകൾ കിട്ടുന്നത്. ഓക്കെ, ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഇതാണ് ആര് പറയുന്നത്? ഹുക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു ഹുക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇഫ് സ്ട്രെസ് ഇസ് ഇൻക്രീസ്ഡ് then the ratio of stress to strain എന്ത് സംഭവിക്കും? യെസ്, വെരി ഗുഡ് ശ്രീതു. ഇൻക്രീസസോ? അല്ലല്ലോ. റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ എന്ത് സംഭവിക്കും? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദി മോഡുലസ് അല്ലെ. ആ മോഡുലസ് എന്താണ്? അത് ഒരു മെറ്റീരിയലിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന സാധനം അല്ലേ ശ്രീതു? അങ്ങനെയല്ലേ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്? ശ്രീതു ക്ലാസ്സിലുള്ള കുട്ടിയാണല്ലോ അല്ലേ? എന്താണ്? The ratio between stress and strain remains constant. It is denoted by the modulus of elasticity. Modulus of elasticity എന്ന സാധനം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ എന്ന് പറയുന്നത് അല്ലെ. ഇ ഈസ് ഡിനോട്ടഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, അതുപോലെ തന്നെ എന്താണ്? ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് ആണ് ഇത് ഇ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താ പറയുക വെച്ചാൽ, ഹുക്സ് ലോ പറയുന്നത് നമ്മൾ സ്ട്രെസ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് എന്തും കൂടും? സ്ട്രെയിനും കൂടും. നമ്മൾ സ്ട്രെസ് കൂട്ടിയാൽ അതിനനുസരിച്ച് സ്ട്രെയിനും കൂടുകയും ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുകയും ചെയ്യും. മനസ്സിലായോ? അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എപ്പോഴും എന്തായിരിക്കും? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എപ്പോഴും ഇ ആയിരിക്കും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എപ്പോഴും എന്തായിരിക്കും? ഇ തന്നെ ആയിരിക്കും. അപ്പൊ ഇലാസ്റ്റിക് ലിമിറ്റിനകത്താണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എന്താണ് പറയുന്നത്?
യെസ് ഓക്കെ ശ്രീതു യെസ്. അപ്പോൾ ശ്രീതു എന്ത് വിചാരിച്ചു? സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചു അല്ലേ? അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഇങ്ങനെ തെറ്റിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ശ്രദ്ധിച്ച് ചോദ്യം വായിക്കുക. എന്താണ് ചോദ്യം? റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഇവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് ഓക്കെ ശ്രീതു, കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് തെറ്റിക്കരുത്. ഇവിടെ തെറ്റിച്ചാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, പരീക്ഷയ്ക്ക് തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് വരിക? ഇറ്റ് ഇസ് റിമൈനിങ് കോൺസ്റ്റന്റ്. ഇറ്റ് ഇസ് റിമൈനിങ് കോൺസ്റ്റന്റ് എന്നാണ് വരിക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are two wires of same material and same length, while the diameter of the second wire is 2 times the diameter of the first wire. Then the ratio of extension produced in the wires by applying same load will be. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു വയർ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ ആദ്യത്തെ വയർ, എല്ലാണ് ലെങ്ത്. നമ്മുടെ രണ്ടാമത്തെ വയർ എന്താണ്? അതും എന്താണ്? എല്ല് തന്നെയാണ് ലെങ്ത് വരുന്നത്. പക്ഷെ എന്താണ്? അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസിൻ്റെ ഇരട്ടിയാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ റേഡിയസിൻ്റെ ഇരട്ടിയായിട്ട് വരുന്നു. അതാണ് വന്നിരിക്കുന്നത് അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. യെസ്, ഡയമീറ്റർ ഓഫ് ദ സെക്കൻഡ് വയർ ഇസ് 2 times ദ ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് വയർ. ഇതിപ്പോൾ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ദിസ് വിൽ ബി 2D അല്ലേ? അവിടെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 2D ആയിട്ട് വരുന്നു. ഇങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും അറ്റത്ത് നമ്മൾ ഒരേ ലോഡ് കൊടുക്കുകയാണെങ്കിൽ, രണ്ടിൻ്റെയും രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ ലോഡ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്തിൻ്റെ റേഷ്യോ ചോദിച്ചേക്കണേ? റേഷ്യോ ഓഫ് എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് അല്ലേ? ഡെൽറ്റ L1 ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡെൽറ്റ L1 ബൈ ഡെൽറ്റ L2 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഡെൽറ്റ L1 ബൈ ഡെൽറ്റ L2 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വരിക? കാൽക്കുലേറ്റ് ചെയ്തോ. എങ്ങനെ വരിക? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിറൈവ് ചെയ്തില്ലേ? സെയിം സാധനം. നമ്മൾ എന്ത് കണ്ടു? L ഇസ് പ്രൊപ്പോർഷണൽ ടു 1/a എന്ന് കണ്ടു അല്ലേ? എവിടെന്നാണ് ഇത് കിട്ടുന്നത്? നമുക്കറിയാം യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു F/A/L/L. നമുക്കറിയാം അല്ലേ? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? Y ഇസ് ഈക്വൽ ടു FL/L ഇൻറ്റു A. F ഇൻറ്റു ക്യാപിറ്റൽ L ബൈ L ഇൻറ്റു A ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? L ഇസ് പ്രൊപ്പോർഷണൽ ടു 1/a എന്ന് കിട്ടും അല്ലേ? ഇവിടെ ഡയമീറ്റർ മാറുമ്പോൾ എന്താണ് മാറുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് മാറുന്നത്. ലെങ്ത് സെയിം ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഓഫ് സെയിം ലെങ്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. സെയിം ലെങ്ത് ആണ്, സെയിം മെറ്റീരിയൽ ആണ്. പക്ഷെ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L ഇസ് പ്രൊപ്പോർഷണൽ ടു 1/a ആണ്. ആൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? πr² ആണ് അല്ലേ? πr² ആണ് എന്തായിട്ട് വരിക? ഏരിയ ആയിട്ട് വരിക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സർക്കുലർ ആയിട്ടാണ് നമ്മൾ വയറിന് സാധാരണ രീതിയിൽ എടുക്കുക. അപ്പോൾ അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? ഇറ്റ് ഇസ് πr² അല്ലേ? ഇവിടെ πr1², ഇവിടെ ഏരിയ എന്തായിരിക്കും? πr2². ആൻഡ് നമുക്ക് എന്തറിയാം? എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? R2 is equal to 2 times R1 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ? ഡയമീറ്റർ 2 തവണ ഒരു വയറിൻ്റെ ഡയമീറ്റർ ഇരട്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ റേഡിയസ് ഇരട്ടിച്ചു എന്നാണ് അർത്ഥം അല്ലേ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു ട്വൈസ് ആണ്. ഡയമീറ്റർ ഇരട്ടിച്ചു എന്ന് പറഞ്ഞാൽ റേഡിയസും എന്ത് ചെയ്തു? ഇരട്ടിച്ചു എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? R2 is equal to 2R1 എന്ന് എഴുതാം. L is proportional to A1. അല്ലെങ്കിൽ എന്ത് എഴുതാം? L is proportional to 1/r² എന്ന് എഴുതാം അല്ലേ? L is proportional to 1/r². കാരണം പൈ കോൺസ്റ്റന്റ് ആണ്, നമുക്ക് വെട്ടിക്കളയാം. L is proportional to 1/r². അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? ഒരു മിനിറ്റ്. യെസ്, ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? L1/L2 is equal to R2/R1 the whole square എന്ന് എഴുതാം. R2²/R1² അല്ലേ? L1/L2 is equal to R2²/R1² എന്ന് നമുക്ക് എഴുതാം. R2²/R1² എന്ന് എഴുതാം അല്ലേ? ഇനി R2 എന്താണ്? 2R1 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ R2ന് പകരം 2 × R1 the whole square എന്ന് എഴുതാം. 2 × R1 the whole square. അപ്പോൾ എന്തായി? L1/L2 അല്ലേ? നമുക്കിത് വായിക്കാം. യെസ്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിറൈവ് ചെയ്ത സെയിം സാധനം ഉണ്ട്. അത് മാറിപ്പോരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിറൈവ് ചെയ്ത അതേ സാധനങ്ങളാണ്, മാറിപ്പോരുത്. യെസ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? L1/L2 is equal to 2R1 whole square divided by R1². L1/L2 equal to 4R1² by R1². R1² വെട്ടിപ്പോയി, താഴെ 1 ആണ്. L1 is to L2 is equal to 4:1 എന്ന് നമുക്ക് കിട്ടും. We'll get it as L1 is to L2 is equal to 4:1 എന്ന് കിട്ടും. കിട്ടിയോ? L1 is to L2 is 4:1. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എന്തറിയാം? L is proportional to 1/a ആണ്. എയിലെ വേരിയേഷൻ അനുസരിച്ച് L മാറും എന്താണ്? ഇൻവേഴ്സ്ലി
പ്രൊപ്പോർഷണൽ ആണ്. ലെങ്ത് കൂടിയാൽ റേഡിയസ് കുറയും. കണ്ടിട്ടില്ലേ, നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തു നമ്മൾ വലിച്ചു കടിച്ചു, അതിന്റെ ലെങ്ത് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ് വരുന്നു. കണ്ടോ, ലെങ്ത് കൂടുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു വരുന്നു. ഇനി എന്താണ്, അതിന്റെ ലെങ്ത് നമ്മൾ അമർത്തി ഉള്ളിലേക്കാക്കിയാലോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരിക. L is proportional to 1/r² എന്ന കാര്യം കൃത്യമായി ഓർത്ത് വെക്കുക. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളായിട്ടും സബ്ജക്ട് വൈസ് ടെസ്റ്റുകളായിട്ടും ഒക്കെ നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആണ്. അല്ലാതുള്ള കുട്ടികൾക്ക് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ 389 രൂപയ്ക്ക് ഹോൾ സിലബസിൽ വരുന്ന, അതായത് നിങ്ങൾക്ക് 5 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഡയറി ആൻഡ് മാത്സ് അല്ലേ. ഈ 5 സബ്ജക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 5 സബ്ജക്ട്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതിനകത്ത് കിട്ടും. പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും ഈ കോഴ്സ് എടുക്കുക എന്ന് വളരെ വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് എത്താനായിട്ട് പറ്റും. ഇനി ഇതിന്റെ കൂടുതൽ കാര്യം ഞാൻ പറയട്ടെ, വി ആർ പ്ലാനിങ് ടു ലോഞ്ച് എ റിവിഷൻ ബാച്ച് അല്ലേ. അതായത് എന്തായാലും നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ റിവിഷൻ ബാച്ച് കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. വൈകാതെ തന്നെ അത് ലോഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പം എന്താ അറിയുക, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 389 rupees ആണ് ഇതിനകത്ത് വരുന്നത്. കോഡ് ഉപയോഗിക്കേണ്ടത് Y757S ആണ്. ഓക്കെ, Y757 എന്ന കോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതെന്റെ കോഡാണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, എസ് കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും 499 രൂപയുടെ സാധനമാണ്. ഈ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 110 രൂപ കുറഞ്ഞ് കിട്ടും. 110 രൂപ കുറഞ്ഞ് എന്ത് കിട്ടും, 389 രൂപയ്ക്ക് ഇതെടുക്കാനായിട്ട് പറ്റും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു 2000 കുട്ടികളോളം നമ്മുടെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. 9 ബാച്ചുണ്ട്, 200 പേരടങ്ങുന്ന 9 ബാച്ചുകളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രാക്ടീസ് ഇസ് ദ കീ, ഒരു സംശയം വേണ്ട. ഈ അവസാനം വരാൻ പോകുന്നത് ഇപ്പോൾ ഒരു മാസമുള്ള പരീക്ഷയ്ക്ക് അല്ലെ, ഒരു മാസം ഒരാഴ്ചയും മാക്സിമം 5 ആഴ്ചയുള്ള പരീക്ഷയ്ക്ക്, ആ 5 ആഴ്ച നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കയറി പോകാവുന്ന പരീക്ഷയുള്ളൂ ഏത്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതിന്റെ പ്രാക്ടീസിന് വേണ്ടി കോഴ്സ് എടുക്കുക. കോഴ്സ് എടുക്കുമ്പോൾ Y757S എന്ന കോഡ് ഉപയോഗിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ഏരിയ ഞാൻ തുടക്കുമ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ആണ് ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിലെ ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. What phenomenon describes the production of an electromotive force across an electrical conductor in a changing magnetic field? ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. ഒരു ലോ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും പഠിച്ചു വയ്ക്കുക അല്ലേ. നമ്മൾ ന്യൂട്ടന്റെ ലോ പഠിച്ചപ്പോഴും അതുപോലെ തന്നെ മറ്റെല്ലാ ലോസും, ഗ്രാവിറ്റേഷൻ ലോ പഠിച്ചപ്പോഴും എന്താണ് ചെയ്തത്, അതിനെ ഡൈസെക്ട് ചെയ്ത് ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കുകയാണ് ചെയ്തത്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ നിയമങ്ങളും അതുപോലെ പഠിച്ചിരിക്കണം അല്ലേ. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ലോസ് ഒക്കെ അറിയണം. എന്തൊക്കെയാണ്, കൂളംസ് ലോ അറിയണം, ഓംസ് ലോ അറിയണം, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അറിയണം, ആംപിയർ സർക്യൂട്ടൽ ലോ അറിയണം. ഈ 4 ലോയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാം, ഈ 4 ലോയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് മനസ്സിലാവും, ഇത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാവും അല്ലേ. എന്താണ്, the production of an electromotive force across an electrical conductor in a changing magnetic field അല്ലേ. നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു ഇലക്ട്രോൺ കണ്ടക്ടറിനെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് അടുത്ത് വെക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അറ്റത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, there is a current developing in the wire അല്ലെ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഒരു EMF എന്ത് ചെയ്യും, ഈ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെ അതാണ് അല്ലെ. ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു കറണ്ട് ഫ്ലോയിനെ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നു, ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് പറ്റുന്നു എന്നതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. അതറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ആൻസർ സി. വെരി ഗുഡ് ശ്രീകുട്ടി, വെരി ഗുഡ് ശ്രീതു. യെസ്, വെരി ഗുഡ്. എന്താണ് ആൻസർ, ആൻസർ സി, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വാട്ട് അബൌട്ട് കൂളംസ് ലോ, കൂളംസിൽ എന്താ പറയുന്നത്, 1/4πε Q1 Q2/r² ആണ്. എന്താണ്, 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആയിട്ട് വരുന്നത് എന്താണ്, 1/4πε0 Q1 Q2/r². ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇലക്ട്രോസ്റ്റാറ്റിക് ലോ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ലോ, ഇതൊക്കെ എന്താണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ചാർജുകളെയും ഇവ തമ്മിലുള്ള ദൂരത്തെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചാർജുകളുടെ പ്രോഡക്റ്റിന് പ്രപ്പോർഷണലും ഇവ തമ്മിലുള്ള ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലുമാണ് എന്ത്, ഇവ തമ്മിലുള്ള ഫോഴ്സ് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ
Coulomb's law പറയുന്നത്. What about Ohm's law? Ohm's law എന്താ പറയുന്നത്? The potential across a conductor is directly proportional to the current flowing through it. അല്ലേ? എന്നാണ് ആര് പറയുന്നത്? Ohm's law പറയുന്നത്. V is equal to IR എന്ന് നമുക്ക് ഇടുന്നു. അല്ലേ? V is equal to RI അല്ലെങ്കിൽ IR എന്ന് നമുക്ക് ഇടുന്നു. ഇതാണ് നമ്മൾ ബേസിക്കലി ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അല്ലേ? അതാണ് അവിടെ വരുന്നത് നമുക്ക് Ohm's law ആയിട്ട് വരുന്നത്. ഇനി എന്താണ് ആംപിയർ സർക്യൂട്ട് ലോ? ആംപിയർ സർക്യൂട്ടിൽ എന്താ? ഒരു ഇന്റഗ്രൽ ക്ലോസ്ഡ് ലൂപ്പിലൂടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ H.dl എന്തായിരിക്കും? യു വിൽ ഗെറ്റ് ദി ഐ എൻക്ലോസ്ഡ്, കറണ്ട് എൻക്ലോസ്ഡ് ആയിട്ട് കിട്ടും എന്നാണ് ആര് പറയുന്നത്? ആംപിയർ സർക്യൂട്ടൽ ലോ പറയുന്നത്. ആംപിയർ സർക്യൂട്ടൽ ലോ എന്താ പറയുന്നത്? ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്തോടെ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ആയി കിട്ടും എന്നാണ് ആര് പറയുന്നത്? ആംപിയർ സർക്യൂട്ടൽ ലോ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടെണ്ണം ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വരുന്നതാണ്, ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് മോഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതാണ്. ആൻഡ് ദിസ് വൺ കംസ് ഇൻ മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ ഇത് നാലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ലോയും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, ആപ്ലിക്കേഷൻസും ചോദിക്കും. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. Next question. What is the name of the force exerted on a charged particle moving through an electric and magnetic field? What is the name of the force exerted on a charged particle moving through an electric and magnetic field? Electric field ഉം magnetic field ഉം കൂടി വരുന്ന ഒരു ഏരിയയിൽ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഏരിയയിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ, ആ പാർട്ടിക്കിളിൽ എന്ത് ഫോഴ്സ് ആണ് വരുന്നത്? അങ്ങനെ വരുന്ന ഒരു പാർട്ടിക്കിളിൽ വരുന്ന ഫോഴ്സ് ഏതാണെന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഏത് ലോ ആണ് വരുന്നത്? ഏത് ഫോഴ്സ് ആണ് വരുന്നത്? ആൻസർ പറയൂ. ഏതാണ് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണോ, ലോറൻസ് ഫോഴ്സ് ആണോ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണോ? ഏത് ഫോഴ്സ് ആണ്? യെസ്, വെരി ഗുഡ് ശ്രീകുട്ടി. ഇറ്റ് ഇസ് ദി ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഇസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ മൂവിംഗ് ത്രൂ എ വേരിയിങ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകുന്ന ഒരു ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് അതിന്റെ വെരി ഡെഫിനിഷൻ. അല്ലെ, അതിന്റെ വെരി ഡെഫിനിഷൻ എന്തായിട്ട് വരുന്നു? ലോറൻസ് ഫോഴ്സ് ഇസ് ഗിവൺ ആസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ മൂവിംഗ് ത്രൂ എ ചേഞ്ചിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ലോറൻസ് ഫോഴ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു, ലോറൻസ് ഫോഴ്സിന് ഇക്വേഷൻ അറിയാമോ? ലോറൻസ് ഫോഴ്സിന് ഇക്വേഷൻ എന്താ? F is given by Q into E plus V cross B. F is equal to Q into E plus V cross B. ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ദി ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഗിവ്സ് യു ദി ലോറൻസ് ഫോഴ്സ്. ഓക്കെ, വാട്ട് അബൌട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ദി ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഇൻ ദി യൂണിവേഴ്സ്. അല്ലെ, എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ ബേസിക്കലി പഠിക്കുന്ന സെയിം ഗ്രാവിറ്റേഷൻ ലോ, അല്ലെ, 10ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന അതേ സാധനം തന്നെയാണ് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ലോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? ദാറ്റ് ഇസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ടുവേർഡ്സ് ഇറ്റ് സെന്റർ. അല്ലെ, ഒരു സർക്കുലർ മോഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് അതിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഇറ്റ് ഇസ് എ കോൺടാക്ട് ഫോഴ്സ്. അല്ലെ, കോൺടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ തൊടുന്നത് മൂലം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഒപ്പോസസ് മോഷൻ. അല്ലെ, മോഷനെ എതിർക്കുന്ന ഫോഴ്സ് ആണ് ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സുകളെ പറ്റി പഠിക്കുക. പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ ഫോഴ്സസ് എവിടെ ഉണ്ട്? നിങ്ങളുടെ സിലബസിൽ ഒരു ടോപ്പിക് ആയിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. ബട്ട് എന്ത് ചെയ്യുക? ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ കൃത്യമായി പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. Okay, let's move on to the next question. What is the unit of self-inductance? What is the unit of self-inductance? എന്താണ്? ഓം, ഫാരഡെ, ഹെൻറി, ടെസ്ല. ഏതാണ് യൂണിറ്റ് ആയിട്ട് വരുന്നത്? ഈ ആളുകളുടെ പേരുള്ള യൂണിറ്റുകൾ പഠിച്ചു വെക്കണേ. ആളുകളുടെ പേരുള്ള യൂണിറ്റുകൾ ഉണ്ടല്ലോ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് സെൽഫ് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ്? ഓം ആണോ, ഫാരഡ് ആണോ, ഹെൻറി ആണോ, ടെസ്ല ആണോ? എന്താണ് ഉത്തരം? യെസ്, കമന്റ് ചെയ്യൂ, എല്ലാവരും കമന്റ് ചെയ്യൂ. എന്താണ് ഉത്തരം വരിക? What is the unit? പെട്ടെന്ന് ആയിക്കോട്ടെ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. പ്രോബ്ലം ഒന്നല്ല, വളരെ സിമ്പിൾ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും പറയണം. What is the unit of self inductance? Yes, it is C. It is C, Henry. ഹെൻറി ആണ് എന്തായിട്ട് വരുന്നത്? ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഫാരഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫാരഡ് ഇസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്.
Ohm is the unit of resistance. Henry is the unit of inductance. What about Tesla? Tesla എന്തിന്റെ യൂണിറ്റാ? ഒന്ന് കമന്റ് ചെയ്തേ. Tesla is the unit of magnetic field strength. Weber per meter square ആണ് എന്തായിട്ട് വരിക? ടെസ്ല ആയിട്ട് വരിക. മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഫീൽഡ് ഡെൻസിറ്റിയുടെ അല്ലെങ്കിൽ ടെസ്ല ടി ഇസ് ഈക്വൽ ടു വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് വരിക. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? ടെസ്ല എന്ന് പറയുന്നത്. മാഗ്നറ്റിസത്തിലെ യൂണിറ്റുകൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് PSC പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് ഈ ലാബ് അസിസ്റ്റന്റ് അതുപോലെ ലീഗൽ മെട്രോളജിയുടെ പരീക്ഷ ഇതിലൊക്കെ കൃത്യമായിട്ട് ചോദിച്ച സാധനമാണ് മാഗ്നറ്റിസത്തിലെ യൂണിറ്റുകൾ. ഓക്കെ, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ ആളുകളുടെ പേരുള്ള സാധനം ഉണ്ടല്ലോ, ലൈക്ക് വാട്ട്, വോൾട്ട്, ആംപിയർ, കാൻഡല, കെൽവിൻ, ഇതൊക്കെ എന്താണ് ആളുകളുടെ പേരുകൾ എന്ന് പറഞ്ഞ യൂണിറ്റുകളാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് PSCക്ക് ചോദിക്കാൻ. ഓക്കെ, ഇതുവരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്ന് വരുന്നുണ്ട്? ഈ ആളുകളുടെ പേരിലുള്ള യൂണിറ്റുകളിൽ നിന്നും വരുന്നുണ്ട്. ഓക്കെ, കൃത്യമായി പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പായും ചോദിക്കും. ഒരു മാർക്കാണ് കളഞ്ഞിട്ട് വരരുത്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടെസ്ല ഇസ് ഗിവൺ ബൈ വെബർ പെർ മീറ്റർ സ്ക്വയർ. അത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ യൂണിറ്റ് ആണ് ഇത് ടെസ്ല എന്ന് പറയുന്നത്. ഫീൽഡ് ലൈൻസ് ഡിവൈഡ് ബൈ ഏരിയ. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയയാണ്. ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ യൂണിറ്റ് ആണ് ഏതായിട്ട് വരുന്നത്? ടി ടെസ്ല എന്ന് വരുന്നത്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണം. കുറേ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ദീപാവലിയുടെ ഓഫർ ഉണ്ട്. ഓക്കെ, ദീപാവലിയുടെ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് ടൈം തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിൻ ആൻഡ് വീല് കാണാൻ പറ്റും. അത് സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന സാധനം നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? ഗിഫ്റ്റായിട്ട് കിട്ടും. ഇറ്റ്സ് എ സ്പിൻ ആൻഡ് വിൻ ആണ്. ഒരു 50% ഓഫർ കിടപ്പുണ്ട്. ഒരു ഫ്രീ ആയിട്ടുള്ള ഇ ബുക്ക് കിടക്കുന്നുണ്ട്. 25% ഓഫ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഓഫറുകൾ കിടക്കുന്നുണ്ട്. ഇനി അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഴ്സ് എടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു ഡയറി ഫാമിൻ്റെ റിവിഷൻ കോഴ്സ് നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇത് ഡയറി ഫാമിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ള കോഴ്സ്. നിങ്ങൾ എന്ത് കോഡ് യൂസ് ചെയ്യണം? Y757S എന്ന കോഡ് യൂസ് ചെയ്യുക. ഇനി അതും അല്ലാതെ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാനാണെങ്കിൽ Y757 എന്ന കോഡ് യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് കോഡ് Y757. ഓക്കെ, ഈ കോഡ് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇത്രയും കുറഞ്ഞ കോസ്റ്റിന് ഈ കോഴ്സ് എടുക്കാനായിട്ട് പറ്റുക. 22% ഓഫാണ്. ദിവാലി ഓഫറാണ്. ദിവാലി ഓഫറായിട്ട് നമ്മൾ 22% ഓഫ് കൊടുക്കുന്നുണ്ട്. ഉറപ്പായും അതിൻ്റെ യൂട്ടിലൈസേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രമേ പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്ര എളുപ്പമുള്ള പരീക്ഷയല്ല. മറ്റ് PSC പരീക്ഷകളെ പോലെ അല്ല. പഠിക്കുക, കൃത്യമായി സമയം കൊടുത്ത് പഠിക്കുക. പഠിച്ചാൽ ക്ലിയർ ചെയ്യാവുന്ന പരീക്ഷയാണ് ഇത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് താങ്ക് യു. ലൈവായിട്ടിരുന്ന് ഉത്തരം പറഞ്ഞ ശ്രീകുട്ടി, നീതു, എല്ലാവർക്കും താങ്ക് യു. ആൻഡ് നീതു പറഞ്ഞതുപോലെ നമ്മളൊരു പ്ലേലിസ്റ്റ് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതുവരെ അഡ്ഡ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ കോഡ് പറയുകയാണ്, Y757. ഇത് കോഴ്സ് എടുക്കാനും Y757S എന്നത് നിങ്ങൾ ടെസ്റ്റ് സീരീസിനും അതുപോലെ തന്നെ ഈ ബുക്കുകളൊക്കെ ഉണ്ട്. ബുക്സ് കിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്സ്. നമ്മൾ ബുക്സ് ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ KSന് നമ്മൾ പ്രിന്റ് ചെയ്ത ബുക്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രിന്റ് ചെയ്ത ബുക്സ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബുക്സ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ കോഡ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറിച്ച് ക്ലാസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ Y757 എന്ന കോഡ് കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക് യു ഫോർ ലിസണിങ്. ഇനി ഇതുപോലെ തന്നെ ഡയറി ഫാമിൻ്റെ മറ്റ് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതാണ്. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.